ഇത് അനുവും സഹധർമ്മിണിയായ മിന്നുവും. ഇവരുടെ ഏറെ നാളായുള്ള ആഗ്രഹമാണ് തങ്ങളുടെ കുഞ്ഞുമായി അടച്ചുറപ്പുള്ള ഒരു ഭവനത്തിൽ കഴിയുക എന്നത്. നിത്യവൃത്തിക്ക് പോലും ഏറെ ബുദ്ധിമുട്ടുന്ന അവസ്ഥയാണ് ഇപ്പോഴിവർക്കുള്ളത്. ഇത് ഈ ഒരു 3-4 മാസത്തിന് മുമ്പേ കാറ്റത്തും മഴയത്തും ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുന്നതായിരുന്നു. ഇടിഞ്ഞു പൊളിഞ്ഞ് മൊത്തം വീഴുന്നു. ഇപ്പം നമ്മൾ കിടക്കാൻ ഒരിടമില്ല. വീട് പണിയാൻ വേണ്ടി നമ്മളെ കയ്യിലൊന്നും സാമ്പത്തികമായിട്ടൊന്നുമില്ല, പൈസയൊന്നുമില്ല. അതുപോലെ എനിക്കൊന്നും സുഖമില്ലാത്തതാണ്, വയ്യാതെ അങ്ങനെ ചികിത്സയിലൊക്കെ ഇരിക്കണതാണ്. അതുകൊണ്ട് ഒരു നിവൃത്തിയില്ല ഒന്നിനും. പണിക്ക് പോകാൻ പോലും ചില ദിവസങ്ങളിൽ പറ്റാത്ത ദിവസം. കാറ്റിലും മഴയിലും ഈ വീട് തകർന്നു വീഴുമ്പോൾ ഇതിനുള്ളിൽ 1.5 വയസ്സുള്ള ഒരു കുഞ്ഞുകൂടി ഉണ്ടായിരുന്നു. ഇതിനെ വീടെന്ന് വിളിക്കാൻ കഴിയില്ല. കാരണം പ്ലാസ്റ്റിക് വലിച്ചു കെട്ടിയ ചെറിയൊരു കുടിലായിരുന്നു ഇത്. ഈ കുടിലിന്റെ മരക്കാലുകൾ ഒടിഞ്ഞ് നിലം പൊത്തിയെങ്കിലും ഇതിനുള്ളിലുണ്ടായിരുന്ന കുരുന്നിനും മാതാപിതാക്കൾക്കും ഒരു പോറൽ പോലുമേൽക്കാതെ ദൈവം കാത്തു. 2.5 വർഷം കൊണ്ട് നമ്മൾ ഈ ഷെഡിലാണ് കിടക്കുന്നത്. പെട്ടെന്നുണ്ടേ കാറ്റത്തും മഴയത്തും നമ്മുടെ ഷെഡ് ഇടിഞ്ഞ് പൊളിഞ്ഞു വീണ്. എന്തോ ഭാഗ്യം കൊണ്ടാണ് നമ്മുടെ കുഞ്ഞ് രക്ഷപ്പെട്ടത്. നമ്മൾ ഷെഡിനകത്തുണ്ടായിരുന്നു. എന്തോ ചെറിയ സൗണ്ട് കേട്ടപ്പോഴത്തേക്കും കുഞ്ഞിനെ കൊണ്ട് നമ്മളിങ്ങ് ഇറങ്ങിയപ്പോഴത്തേക്കും എല്ലാം കൂടി ഇടിഞ്ഞു പൊളിഞ്ഞു വീണ്. കാണാ കാഴ്ച ഇന്ന് വൈകുന്നേരം 5 മണിക്ക് നമ്മുടെ പവർ വിഷൻ ടിവിയിൽ.